ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡാൻഡഡാൻ എന്ന ആനിമി സീരീസിന്റെ സീസൺ 2 എപ്പിസോഡ് 10 ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫേവറേറ്റ് ആനിമി ക്യാരക്ടർ ആരാണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പുതിയ ക്യാരക്ടറിനെയാണ് കാണിക്കുന്നത്. ഇവന്റെ പേരാണ് കിൻഡ സക്കാട്ട. ഇവൻ എല്ലാ ദിവസവും 5 മണിക്ക് എഴുന്നേൽക്കും ആൻഡ് ഇവന്റെ കയ്യിൽ കുറെ പെയർ ഓഫ് ഗ്ലാസസ് ഉണ്ട്. കിൻഡ സ്കൂളിലേക്ക് പോകുമ്പോൾ വളരെ എൻജോയ് ചെയ്ത് പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ചാണ് പോകുന്നത്. ബട്ട് അവൻ സ്കൂളിന്റെ അടുത്തെത്തിയപ്പോൾ ഒന്നും മിണ്ടാതെ ഒരു ഇൻട്രോവേർട്ടായി മാറുന്നു. ദെൻ അവിടെ ഒക്കാറുനെ കാണിക്കുന്നുണ്ട്. ഇത് മോമയും ഒക്കാറുനും ആദ്യമായി ഫ്രണ്ട്സ് ആയപ്പോഴുള്ള സീനാണ്. ഇത് സീസൺ 1 എപ്പിസോഡ് 5 ചെറിയൊരു റീക്യാപ്പ് ആണ്. എപ്പിസോഡ് 5 നമ്മൾ കണ്ടത് 2 പേരുടെ പെർസ്പെക്റ്റീവ് ആണ്. ഇതിൽ 3 പേരുടെ പെർസ്പെക്റ്റീവ് ആണ് കാണിക്കുന്നത്. നമ്മുടെ ഒക്കാറുൻ അവിടെ ഒരു ഭാഗത്ത് മാറി നിന്ന് ഞാൻ മിസ് ആയസെ കണ്ടാൽ എന്ത് സംസാരിക്കും? ആദ്യം ഹലോ എന്ന് പറയണോ അതോ ഹായ് എന്ന് പറഞ്ഞാൽ മതിയോ എന്നിങ്ങനെ മോമയോട് സംസാരിക്കുന്നതിനെ പറ്റി ആലോചിച്ച് ടെൻഷനായി നിൽക്കുകയാണ്. ശേഷം ഒക്കാറുൻ സ്കൂളിലേക്ക് പോകുന്നു. ഇങ്ങനെ പോകുമ്പോൾ സ്കൂളിന്റെ എൻട്രൻസിൽ മോമ നിൽക്കുന്നത് ഒക്കാറുൻ കാണുന്നു. മോമോ ഒക്കാറുനെ നോക്കുന്നു. ഇത് കണ്ട് ഒക്കാറുൻ മിസ് ആയാസെ എന്നെ വെയിറ്റ് ചെയ്താണോ അവിടെ നിൽക്കുന്നത്? മറ്റാർക്കെങ്കിലും വേടിയാകും എന്ന് പറഞ്ഞ് ഒക്കാറുൻ മോമയെ കാണാത്തതുപോലെ അവിടെ നിന്ന് പോകുന്നു. ഇത് മോമോയും ശ്രദ്ധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒക്കാറുൻ പോകുമ്പോൾ മോമോ അവന്റെ അടുത്ത് വന്ന് നീ ഇന്ന് ലേറ്റ് ആണെന്ന് പറയുന്നു. മോമോ തന്നോട് സംസാരിച്ചത് കണ്ട് ഒക്കാറുൻ ഹാപ്പി ആകുന്നു. ഇത് കിൻഡ കാണുന്നുണ്ട്. കിൻഡ ഒക്കാറുന്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അന്ന് തൊട്ട് കിൻഡ ഒക്കാറുനെ വാച്ച് ചെയ്യുന്നുണ്ട്. ലഞ്ച് ടൈമിൽ ഒക്കാറുൻ മോമയെ കാണാൻ വേണ്ടി ക്ലാസ്സിൽ പോകുന്നു. പുറകിൽ കിൻഡ അവനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. മോമോ ഒക്കാറുനെ തേടി അവന്റെ ക്ലാസ്സിൽ പോകുന്നു. ഇങ്ങനെ അവർ പരസ്പരം സെർച്ച് ചെയ്ത് അവശരായി ഒരു സ്ഥലത്തിരിക്കുന്നു. മിസ് ആയാസെ ഇവിടെ എവിടെയും ഇല്ല. അവൾ എന്നെ അവോയ്ഡ് ചെയ്യുന്നതാണ്. അവൾക്ക് ഇന്ന് രാവിലെ മനസ്സിലായിട്ടുണ്ടാകും ഞാനൊരു ബോറിംഗ് പേഴ്സൺ ആണെന്ന്. ഇതേ സമയം മോമോയും ഒരു സ്ഥലത്തിരുന്ന് ഒക്കാറുൻ നീ എവിടെയാണുള്ളത്? ഞാൻ ഒത്തിരി സംസാരിക്കുന്നത് കൊണ്ടായിരിക്കും അവൻ എന്നോട് സംസാരിക്കാത്തത്. ഇതേ സമയം ഒക്കാറുൻ മിസ് ആയാസിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടാകും, ഞാൻ വെറും ബാക്കപ്പ് മാത്രമായിരിക്കും. ഇവിടെ കിൻഡ ഒക്കാറുന്റെ തൊട്ട് മുമ്പിലാണുള്ളത്. മിസ് ആയാസെ എന്നെ ഒരു ഫ്രണ്ടായി കൺസിഡർ ചെയ്ത് കാണില്ല. ശേഷം രണ്ടുപേരും അവിടെ നിന്ന് എണീറ്റ് വളരെ ഡിപ്രഷൻ അടിച്ച് മിസ് ആയാസെ സോറി, ഒക്കാറുൻ സോറി ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ രണ്ടുപേരും പരസ്പരം കൂട്ടിയിടിക്കുന്നു. ഒക്കാറുനും മോമയും കിസ് ചെയ്യുന്നത് കിൻഡയും കാണുന്നു. ഇവിടെ പ്രസന്റിൽ കിൻഡ ഒക്കാറുന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അവന്റെ മുമ്പിൽ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നു. ബട്ട് ഒക്കാറുൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇനി ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല. ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിക്കേണ്ട സമയമായി. ഞാൻ എന്റെ യഥാർത്ഥ ശത്രുവിനെ കണ്ടെത്തി. ഹേ, ഞാൻ നിന്നോടാണ് സംസാരിക്കുന്നത്. ഇത് കേട്ട് ഒക്കാറുൻ നിനക്ക് എന്താണ് വേണ്ടത്? നീ ഇതുവരെ എന്നോട് സംസാരിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്താണ് ഇപ്പൊ സംസാരിക്കുന്നത്? ഇത് കേട്ട് കിൻഡ എനിക്ക് ബോയ്സിനെ ഒട്ടും താല്പര്യമില്ല. ബട്ട് നീ ഡിഫറെന്റ് ആണ്. എനിക്കറിയേണ്ടത് നീ എങ്ങനെയാണ് മോമായ ഫ്രണ്ട് ആയത്? നീ ഒട്ടും ഹാൻസം അല്ല ആൻഡ് ഷോർട്ടും ബോറിംഗുമാണ്. സോ നീ എങ്ങനെയാണ് മോമായാസെ പോലുള്ള ഒരു പെൺകുട്ടിയുടെ ഫ്രണ്ട് ആയത്? ആൻഡ് മിസ് ഷീറട്ടോറിയും ഇനി പറ, നീ എങ്ങനെയാണ് ലേഡീസിന്റെ ഇടയിൽ ഇത്ര പോപ്പുലർ ആയത്? അപ്പൊ അവിടെ മോമ വരുന്നു. ഒക്കാറൂൺ നീ ഇത് കേട്ടാൽ ഷോക്ക് ആവും. ഞാൻ നിന്റെ രണ്ടാമത്തെ ബോൾ കണ്ടുപിടിച്ചു. ഇത് കേട്ട് കിൻഡ ഷോക്ക് ആവുന്നു. ഇത് കണ്ട് മോമോ അവനോട് സോറി പറയുന്നു. എന്നിട്ട് അവനോട് നീ ഒക്കാറൂന്റെ പുതിയ ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് കിൻഡ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി എല്ലാവർക്കും ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആയിരിക്കും. സോ മേ ബി കുറച്ചു പേർക്ക് ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് പറയാം. ഇത് കേട്ട് മോമോ ഓ ഇത് വളരെ നല്ല കാര്യമാണ്, നിങ്ങൾ രണ്ടുപേരെയും കണ്ടിട്ട് നല്ല ഫ്രണ്ട്സ് ആകുമെന്ന് തോന്നുന്നു. എനിവേ ഒക്കാറു ഞാൻ നിന്റെ ഗോൾഡൻ ബോൾ കണ്ടുപിടിച്ചു. ഇത് കേട്ട് കിൻഡ വീണ്ടും ഷോക്ക് ആവുന്നു. ഒക്കാറും പറയുന്നു നമുക്ക് ഇതിനെപ്പറ്റി ക്ലാസ്സിന് വെളിയിൽ നിന്ന് സംസാരിക്കാം. ഇത് കേട്ട് കിൻഡ എനിക്ക് ആ സീക്രട്ട് മനസ്സിലായി. ഗേൾസിനിടയിൽ പോപ്പുലർ ആകാൻ സ്പൈസി ടോക്ക് ചെയ്യണം. അപ്പൊ അവിടെ ഒരു പെൺകുട്ടി വരുന്നു. ഹേ, നീ ക്ലാസ് ബിയിലല്ലേ? ഞങ്ങൾ കുറച്ച് കുട്ടികൾ ഫ്രീ ടൈമിൽ പഠിക്കാറുണ്ട്. നീ ഇങ്ങനെ ക്ലാസ്സിൽ വരുമ്പോൾ ഞങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല. ഇത് കേട്ട് മോമോ അവളോട് സോറി പറഞ്ഞ് ഒക്കാറിനെ വിളിച്ച് പോകുമ്പോ ആ പെൺകുട്ടി പറയുന്നു ടാക്കാക്കുറ നിനക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ നീ പോകേണ്ട ആവശ്യമില്ല. അവൾ വിചാരിക്കുന്നത് മോമോ ഒക്കാറുനെ ബലമായി അവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണെന്നാണ്. ടാക്കാക്കുറ നിനക്ക് അവളോട് നോ പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറയാം. ഇത് കേട്ട് മോമോ ഒക്കാറൂൻ അവൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഇത് കേട്ട് ഒക്കാറൂൻ എനിക്കറിയില്ല അവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. ദെൻ അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നു. മോമോ പറയുന്നു അവനൊരു പ്രോബ്ലവും ഇല്ല, പിന്നെ നിനക്കെന്താണ് പ്രശ്നം? ഇത് കേട്ട് ആ പെൺകുട്ടി അവൻ നിന്നെ പേടിച്ചാണ് ഒന്നും പറയാത്തത്. ടാക്കാക്കുറ ഞാൻ ഈ ക്ലാസ്സിലെ റപ്പാണ്, അതുകൊണ്ട് നിനക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും എന്നോട് പറയാം. ഇത് കേട്ട് ഒക്കാറൂൻ എനിക്കൊരു പ്രശ്നവുമില്ല. ഇങ്ങനെ ഇവർ ഫൈറ്റ് ചെയ്യുന്നത് കിൻഡ കാണുന്നുണ്ട്. ഇവൻ ഗേൾസിനിടയിൽ ഇത്ര പോപ്പുലർ ആണോ? ഞാനിവിടെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് കിൻഡ അവരെ നോക്കി വൃത്തികേട് പറയുന്നു. ഇത് കേട്ട് മോമോ ഇനി നീ വൃത്തികേട് പറഞ്ഞാൽ നിന്റെ മരണം എന്റെ കൈകൊണ്ടായിരിക്കും. അവിടുന്ന് കട്ട് ചെയ്ത ഇപ്പൊ മോമയും ഒക്കാറുനും ആ ഗോൾഡൻ പോലുള്ള അപ്പാർട്ട്മെന്റിൽ പോകുന്നു. മോമോ പറയുന്നു അവളുടെ പ്രശ്നം എന്താണ്? അവൾ എന്തിനാണ് നിന്റെ കാര്യം നോക്കുന്നത്? ഇത് കേട്ട് ഒക്കാറും പറയുന്നു എനിക്കറിയില്ല. ഇതിനു മുമ്പ് എന്റെ ക്ലാസ്സിൽ ആരും തന്നെ എന്നോട് സംസാരിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് ഹാപ്പിയാണ്. ഇത് കേട്ട് മോമോ ഇതിന് കാരണം നീ ഇപ്പൊ വളരെ കൂളാണ്. ഇത് കേട്ട് ഒക്കാറുൻ എന്ത് ഞാൻ കൂളാണെന്നോ? അവസാനം ഞാൻ കൂളായി.
ഇത് കേട്ട് മോമോ പൊട്ടിച്ചിരിക്കുന്നു. ദെൻ അവർ ഒക്കാറുന്റെ ഗോൾഡൻ ബോളിനെ പറ്റി സംസാരിക്കുന്നു. നീ മീക്കോയുടെ ഫോണിലെ പിക്ചർ കണ്ടതല്ലേ? ഇത് കേട്ട് ഒക്കാറൂൺ ഞാനത് കണ്ടു. മേ ബി എന്റെ ബോൾ ഇപ്പോ ഏതെങ്കിലും ഗോസിന്റെ അടുത്തായിരിക്കും. ഇങ്ങനെ ടർബോ ഗ്രാനി പറഞ്ഞ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർ മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ നോക്കിക്കൊണ്ട് കിൻഡ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് ഉറപ്പാണ് അവർ സ്പൈസിയായ എന്തിനോ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇത് വളരെ അൺഫെയർ ആണ്. ഒക്കാറൂൺ അവളോട് സ്പൈസി ടോക്ക് ചെയ്യുന്നതിൽ അവൾക്കൊരു പ്രശ്നവുമില്ല. ഞാൻ ചെയ്യുമ്പോൾ മാത്രം എന്നെ കൊല്ലുമെന്ന് പറയുന്നു. ഒക്കാറൂനെ പോലെ നാച്ചുറലായി സ്പൈസി ടോക്ക് ചെയ്യാൻ എനിക്കും പഠിക്കണം. എന്നിട്ട് മോമയെ പോലെ സുന്ദരിയായ പെണ്ണിനെ വളക്കണം. ദെൻ അവരെ നോക്കി ഇവർ രണ്ടുപേരും ഈ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിൽ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു നോക്കുമ്പോ അറിയാതെ കിൻഡ ഒരു ബക്കറ്റ് തട്ടി ശബ്ദമുണ്ടാക്കുന്നു. മോമയും ഒക്കാറൂനും കിൻഡയെ കാണുന്നു. കിൻഡ പറയുന്നു, ഓ ഇത് വളരെ കോയിൻസിഡൻസ് ആണല്ലോ, നമ്മുടെ വീട് ഒരേ ഡയറക്ഷനിലാണോ എന്ന് പറഞ്ഞ് കിൻഡ വരുമ്പോ പെട്ടെന്ന് അവൻ ഫ്ലോട്ട് ചെയ്യുന്നു. പെട്ടെന്ന് ആ സ്ഥലം മുഴുവനും ഒരു ബാരിയർ വരുന്നു. കിൻഡ വേഗത്തിൽ മോമയുടെ അടുത്തേക്ക് വരുന്നു. ഇത് കണ്ട് കിൻഡ ഞാൻ വരുന്ന സ്പീഡിൽ എന്റെയും മിസ് ആയാസിന്റെയും ലിപ്പ് തമ്മിൽ ടച്ച് ചെയ്യും എന്ന് പറഞ്ഞ് കിൻഡ വരുമ്പോ അഫ്കോഴ്സ് ഒക്കാറൂൺ മോമയെ രക്ഷിക്കുന്നു. ഇത് കാരണം കിൻഡ തറയിൽ വന്ന് വീകുന്നു. ഇത് കണ്ട് മോമോ, ഹേ ഒക്കാറൂൺ, ഇവൻ നിന്റെ ക്ലാസ്സിലെ ആ വൃത്തികെട്ടവനല്ലേ? മേ ബി ഇവനായിരിക്കും ആ ഗോസ്റ്റ്. ഇത് കേട്ട് ഒക്കാറൂൺ, മോമോ മുന്നോട്ട് നോക്ക്. അപ്പൊ അവർ ഒക്കാറൂന്റെ ഗോൾഡൻ ബോൾ കാണുന്നു. അത് കണ്ടതും അവർ രണ്ടുപേരും അത് പിടിക്കാൻ ശ്രമിക്കുന്നു. ഒക്കാറൂൺ ആ ബോൾ പിടിക്കാൻ നോക്കുന്നു. ബട്ട് അതിന്റെ ചുറ്റും എന്തോ കവർ ചെയ്യുന്നുണ്ട്. അത് ഒക്കാറൂനെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് കണ്ട് ഒക്കാറൂൺ പറയുന്നു, അതൊരു ഗോസ്റ്റ് അല്ല, എനിക്ക് അവിടെ ഒരു ബോഡി ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്കതിനെ കാണാൻ സാധിക്കുന്നില്ല, ബട്ട് അവിടെ ആരോ ഉണ്ട്. പെട്ടെന്ന് ആ ഗോൾഡൻ ബോൾ അവിടെ നിന്ന് വേഗത്തിൽ പോകുന്നു. ഇത് കണ്ട് ഒക്കാറൂൺ മോമയെ പുറകിലിരുത്തി അവിടെ നിന്ന് പോകുമ്പോ കിൻഡ ചോദിക്കുന്നു, ഇപ്പൊ നീ അവന്റെ പുറകിലിരുന്നോ? ഇത് കേട്ട് മോമോ, മിണ്ടാതിരിക്കടാ, ഞങ്ങളുടെ ബാഗ് നീ നോക്കണം, ഞാൻ തിരിച്ചു വരുമ്പോ ബാഗ് കണ്ടില്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നു കളയും. കിൻഡ വീണ്ടും എന്തോ വൃത്തികേട് പറയുന്നു. ഇത് കേട്ട് മോമോ, ഇതിനുള്ളത് ഞാൻ തിരിച്ചു വന്നിട്ട് തരാം. ഇത് കേട്ട് കിൻഡ, എന്റെ സ്പൈസി ഡോഗ് മാത്രം എന്താണെന്ന് എനിക്ക് ഇത്ര ഒഫൻസീവ് ആയിട്ട് തോന്നുന്നത്? ഇത് കേട്ട് മോമോ, നിന്റെ സ്പൈസി ഡോഗ് തന്നെയാണ് പ്രശ്നമെന്ന് പറയുന്നു. മോമോ ഒക്കാറിനോട് പറയുന്നു, ആ ടെസ്റ്റികൾ പിടിക്ക്. ഇത് കേട്ട് കിൻഡ, അപ്പൊ ഇതിനൊരു പ്രശ്നവുമില്ലേ? ഒരു പോയിന്റ് എത്തിയപ്പോ അവർക്ക് ആ ഗോൾഡൻ ബോൾ എവിടെയാണെന്ന് കാണുന്നില്ല. ഇങ്ങനെ അവർ അത് നോക്കുമ്പോ പെട്ടെന്ന് ആ ഗോൾഡൻ ബോൾ വന്ന് മോമയെ അറ്റാക്ക് ചെയ്യുന്നു. ഇങ്ങനെ അത് ഒക്കാറോനെ അറ്റാക്ക് ചെയ്ത് അവിടെ നിന്ന് പോകുന്നു. മോമയും ഒക്കാറോനും അതിന്റെ പുറകെ തന്നെ പോകുന്നുണ്ട്. ആ ബോൾ ഇപ്പോ റൂഫ് ടോപ്പിലേക്ക് പോകുന്നു. അവിടെ നിന്ന് മോമയും ഒക്കാറോനും അതിനെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ആ ബോൾ അവരെ അറ്റാക്ക് ചെയ്ത് താഴേക്ക് പോകുന്നു. മോമോ ഒക്കാറിനോട് തന്നെ പിടിക്കാൻ പറയുന്നു. ദെൻ മോമോ തന്റെ പവർ യൂസ് ചെയ്ത് താഴേക്ക് പോകുന്നു. ഇങ്ങനെ അവർ ആ ബോളിന്റെ അടുത്ത് പോകുമ്പോ ആ ബോൾ വന്ന് അവരെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് കാരണം രണ്ടുപേരും ആ ബിൽഡിംഗിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീകുന്നു. വീകുന്നതിന് തൊട്ടു മുമ്പ് തന്റെ പവർ യൂസ് ചെയ്ത് മോമോ ആ ഫോഴ്സ് കുറക്കുന്നു. ദെൻ മോമോ പറയുന്നു, അതിനെ കാണാൻ സാധിക്കാതെ ഞങ്ങൾ എങ്ങനെ അതിനോട് ഫൈറ്റ് ചെയ്യും? അപ്പൊ അവർ ആ ബിൽഡിംഗിൽ നിന്ന് കിൻഡയുടെ ശബ്ദം കേൾക്കുന്നു. ഇത് കേട്ട് രണ്ടുപേരും അവനെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നു. അവരെ പോലെ കിൻഡയും താഴേക്ക് വീകുന്നു. ഇത് കണ്ട് മോമോ അവനെ രക്ഷിക്കുന്നു. കിൻഡ പറയുന്നു, എന്നെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദി, ഞാൻ നിങ്ങളെ ഒന്ന് ഹഗ് ചെയ്തോട്ടെ? ഇത് കേട്ട് മോമോ ദേഷ്യപ്പെടുന്നു. നിന്നോട് ഞാൻ ബാഗ് നോക്കാൻ പറഞ്ഞതല്ലേ, നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? അപ്പൊ അവരുടെ മുമ്പിൽ ആ ഗോൾഡൻ ബോൾ വരുന്നു. ഇത് കണ്ട് കിൻഡ പറയുന്നു, നിങ്ങൾ രണ്ടുപേരും യഥാർത്ഥത്തിൽ ആരാണെന്ന് ഈ പ്രശ്നം സോൾവ് ചെയ്തതിന് ശേഷം എന്നോട് പറയണം, ഇനി ഈ പ്രശ്നം ഞാൻ ഹാൻഡിൽ ചെയ്യാം എന്ന് പറഞ്ഞ് കിൻഡ അതിന്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. ബട്ട് ഗോൾഡൻ ബോൾ അവിടെ നിന്ന് മാറി കിൻഡ അവിടെ വീകുന്നു. കിൻഡ പറയുന്നു, നമുക്കിപ്പോ ഇതിനെ 3 ആംഗിളിൽ കാണാൻ സാധിക്കും, ഇത് യൂസ് ചെയ്യുന്നത് റെട്രോ റിഫ്ലക്ഷൻ പ്രൊജക്ഷൻ ടെക് ആണ്. പെട്ടെന്ന് തന്നെ ആ ഗോൾഡൻ ബോൾ അവിടെ നിന്ന് പോകുന്നു. കിൻഡ അതിന്റെ പുറകെ തന്നെ പോകുന്നുണ്ട്. ഗോൾഡൻ ബോൾ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് വാള തകർത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത്ര പ്രശ്നം നടക്കുമ്പോ ഒക്കാറൂൺ കോളിംഗ് ബെൽ അടിച്ചു നോക്കുന്നു. ഇപ്പൊ ഒക്കാറൂന്റെ മുമ്പിൽ ആ ഗോൾഡൻ ബോൾ വരുന്നു. മോമോ സൈഡിലൂടെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. പുറകിൽ കിൻഡയും ഉണ്ട്. ഇപ്പൊ 3 ആംഗിളിൽ നോക്കുന്നത് കൊണ്ട് ആ ഇൻവിസിബിൾ ആയ വ്യക്തിയെ അവർ കാണുന്നു. ഇത് കണ്ട് മോമോ അതിനെ പിടിക്കുന്നു. എന്നിട്ട് ഒക്കാറൂനോട് അതിനെ അറ്റാക്ക് ചെയ്യാൻ പറയുന്നു. ഇത് കേട്ട് ഒക്കാറൂൺ തന്റെ ഫുൾ ത്രോട്ടൽ ഉപയോഗിച്ച് അതിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് കാരണം അത് ആ ബിൽഡിംഗ് തകർത്ത് വെളിയിൽ പോകുന്നു. മോമോ കിൻഡയോട് ചോദിക്കുന്നു, നിനക്ക് എങ്ങനെയാണ് അതിന്റെ വീക്ക്നെസ് മനസ്സിലായത്? ഇത് കേട്ട് കിൻഡ, അത് ഇൻവിസിബിൾ ആണെങ്കിൽ അത് ഉറപ്പായിട്ടും ഒപ്റ്റിക്കൽ ക്യാമഫ്ലാഗ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഒക്കാറൂന് ഏലിയൻസിന് ഇഷ്ടമുള്ളതുപോലെ കിൻഡയുടെ ഫേവറേറ്റ് സൈഫൈ ആണ്. ഇവിടെ മോമയും ഒക്കാറൂനും അതെന്താണെന്ന് നോക്കുന്നു. അത് പതിയെ വിസിബിൾ ആകുന്നു. ഇത് കണ്ട് ഒക്കാറൂൺ, ഇതൊരു കൈജു ആണ്. അപ്പൊ അവിടെ കിൻഡ വന്ന് വീണ്ടും എന്തോ വൃത്തികേട് പറയുന്നു. ഇത് കേട്ട് മോമോ, ഇനി നീ ഇങ്ങനെ സംസാരിച്ചാൽ ഞാൻ നിന്നെ കൊന്നു കളയും എന്ന് പറഞ്ഞ് അവനെ പഞ്ച് ചെയ്യുന്നു. അവർ വീണ്ടും കൈജുനെ നോക്കുമ്പോ അവർക്ക് ഒക്കാറൂന്റെ ബോൾ കാണാൻ സാധിക്കുന്നില്ല. ഇതുകൊണ്ട് അവർ താഴെ പോയി ചെക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇങ്ങനെ ഇവർ പോകുമ്പോ ആ കൈജു വലുതാകുന്നു. ഇവിടെ കിൻഡ ഒക്കാറിനോട് ചോദിക്കുന്നു, പ്ലീസ് ചാക്കക്കുറ, എനിക്ക് ഗേൾസിനോട് നന്നായി സ്പൈസി ടോക്ക് ചെയ്യാൻ പഠിപ്പിച്ചു തരാമോ? ഇത് കേട്ട് ഒക്കാറൂൺ പറയുന്നു, നീ അങ്ങനെ ചെയ്യാതെ നിൽക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇത് കേട്ട് മോമോ വീണ്ടും അവനെ അടിക്കുന്നു. അപ്പോ ഒക്കാറൂൺ പുറകിൽ നോക്കുമ്പോ ആ കൈജു അവരെ നോക്കുന്നു. എന്നിട്ട് ആ ബിൽഡിംഗ് അറ്റാക്ക് ചെയ്യുന്നു. ദെൻ ആ കൈജു വീണ്ടും വലുതാകുന്നു. അങ്ങനെ ഈ സീനോട് കൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.